friends, ഇന്ന് calligraphy video ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് Arabic calligraphy അല്ല English calligraphy ആണ്. Welcome back to my channel. It's me ഷമീം അഹമ്മദ്. വീഡിയോയുടെ കടക്കണ മുമ്പായിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മുഹമ്മദ് സാബിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള 9ാം ക്ലാസ്സിലായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് എൻ്റെ ഈ ചാനലിൽ കണ്ടിട്ടാണ് കാലിഗ്രഫി ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആദ്യമായിട്ടൊരു കാലിഗ്രഫി ചിത്രം വരച്ചിട്ട് എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് കാലിഗ്രഫിയാണ്. അപ്പോൾ ഈ കാലിഗ്രഫി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആള് ലബീബ എന്ന അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് കാലിഗ്രഫി ഇത്തിരി വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ടാണോ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ളൊരു വെറൈറ്റിയിൽ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ വരക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാണ്ട്, ഞാനിവിടെ ചെയ്യുന്നത് ഒരു കളർഫുൾ ബാക്ക്ഗ്രൗണ്ട്, അതായത് വാട്ടർ കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു കാലിഗ്രഫി ഡിസൈനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പായിട്ട് ഒരു കാലിഗ്രഫി, അറബിക് കാലിഗ്രഫി ഇതേപോലെ വാട്ടർ കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈഡിൽ ഫോട്ടോ കാണിക്കും. ഈ ഒരു രീതിയിൽ ഞാൻ കാലിഗ്രഫി ചെയ്തത് വാട്ടർ കളറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുമ്പ് കാണിച്ചതുണ്ടായിരുന്നത്. ഇനി വാട്ടർ കളർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേറെ ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് കാലിഗ്രഫിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർഫുൾ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള കുറച്ച് കളർ പെൻസ് എടുക്കുകയാണ്. സ്കെച്ച് പെൻ ഉണ്ടല്ലോ അതേപോലുള്ള. അപ്പോൾ അത് എടുക്കുക. എന്നിട്ട് ഇനി ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, നല്ല ഫിനിഷിംഗ് ആയ നല്ല പ്ലാസ്റ്റിക് കവറിൻ്റെ ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നല്ല വാട്ടർ കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വാട്ടർ കളർ ഓയിൽ പെയിൻ്റ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു ട്രിക്കായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇതുപോലത്തെ മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട്, ഈ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഞാനിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് പല കളറുകൾ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ മുഴുവനായിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് അടുത്തത് A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഡോട്ട് ഇട്ട് കൊടുക്കട്ടെ. അതിൽ A4 ഷീറ്റിൽ നല്ല സ്ക്വയർ ഷേപ്പിൽ തന്നെ നമ്മൾ ആ കളർ കൊടുത്തില്ലേ അതേപോലെ തന്നെ ആ ഒരു വലുപ്പത്തിലായിട്ട് ഒരു A4 ഷീറ്റിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം കൊണ്ട്. ഇതുപോലെ വെള്ളം പരന്ന് പിടിക്കാൻ പോലെ അതുപോലെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മുമ്പ് കളർ കൊണ്ട് സ്ക്വയർ വരച്ചിട്ടുണ്ടല്ലോ കവറിൽ, അത് ഇതിൻ്റെ മുകളിലോട്ട് തിരിച്ച് പിടിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി പരത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യുക, ആ കവറാണ്ട് ഊരിയെടുക്കുക. എന്നിട്ട് അപ്പോൾ കണ്ടോ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നനവുണ്ടല്ലോ, നനവുണ്ടാകുമ്പോൾ നമുക്കതിലൊന്നും എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വാട്ടർ കളേർഡ് ബാക്ക്ഗ്രൗണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കാലിഗ്രഫി ചെയ്യാം. ഇനി അതിൽ ഇംഗ്ലീഷിലൊരു കോട്ട് ചെയ്താൻ പോകണം. അപ്പോൾ റിയൽ ലവ് ഫോർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ട് ചെയ്താണ് കേട്ടോ.
ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ ലെറ്റേഴ്സ് എന്ന രീതിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വരച്ചു പോകണേ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇംഗ്ലീഷ് കാലിഗ്രഫി ലെറ്റേഴ്സിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ എന്തായാലും അറിയിക്കണം. നിങ്ങൾ കമന്റിൽ അറിയിക്കുകയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഞാൻ ഇംഗ്ലീഷിലുള്ള കാലിഗ്രഫി വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20 ആളെങ്കിലും ചുരുങ്ങിയത് കമന്റ് ഇട്ടാൽ ഇംഗ്ലീഷ് കാലിഗ്രഫി ട്യൂട്ടോറിയൽ വേണമെന്ന് 20 ആളെങ്കിലും കമന്റ് ഇട്ടാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഓക്കെ, ഇങ്ങനെ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് കാലിഗ്രഫിക്ക് ആളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താല്പര്യമില്ലാതെ ഞാൻ വെറുതെ എൻ്റെ ചാനലിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമന്റ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ കമന്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ കാലിഗ്രഫി എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള അറബിക് കാലിഗ്രഫിക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ കാലിഗ്രഫി വീഡിയോസും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ കയറിയ എൻ്റെ ചാനലിൽ കയറിയിട്ട് ആ പ്ലേലിസ്റ്റ് കാലിഗ്രഫി എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റിൽ കയറിയ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ കാലിഗ്രഫിയുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.